സൗഹൃദങ്ങൾ എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ സൗഹൃദങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മ തുടങ്ങുന്ന ആ കാലഘട്ടം മുതലുള്ള ഒരു മെമ്പറാണ്. ഇന്നും അത് നല്ല രീതിയിൽ അങ്ങനെ തുടർന്നു പോകുന്നു. എല്ലാവരായിട്ടും വലിയ സ്നേഹത്തിലാണ്. ഇപ്പോൾ ദിനേശ് പണിക്കർ സാറിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പ്രണയവർണ്ണങ്ങൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹം അപ്പോൾ ഇതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ സൗഹൃദം അന്നും ഇന്നും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗണേശേട്ടൻ, അതുപോലെ മറ്റുള്ള ആക്ടേഴ്സ്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തില്ലേ ഒരു മോഹൻ, അദ്ദേഹത്തെയൊക്കെ ഞാൻ ഇപ്പോൾ ഇതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ അടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതെ അതെ. ആൻഡ് ഒരുപാട് വേറെയും എന്താ പറയാ ചാരിറ്റി കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ? പിന്നെ നമ്മളിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു, എന്തെങ്കിലും രോഗാവസ്ഥ വന്നു, ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ട് സത്യത്തിൽ. അതെ അതെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കണ്ടുവരുന്നൊരു സംഭവമാണ്, എന്താ പറയുക, ഒരു സീരിയലിൽ ഒരു വുമനെ പോർട്രേ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവർ ഭയങ്കര പാവം നിഷ്കളങ്ക അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അവർ ഭയങ്കര വില്ലത്തിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക സ്റ്റോറി ടെല്ലിംഗ് രീതി എപ്പോഴെങ്കിലും മാറ്റണം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ആസ് എ വുമൻ? അല്ല, അത് എന്താ പറയുക, ഒരു വ്യക്തി ഒരു ആർട്ടിസ്റ്റിനെ എന്താ പറയുക ഒരു കാറ്റഗറി അങ്ങനെ ഒരു ടൈപ്പ് ആക്കപ്പെടുന്നതിനെ ആണോ ഉദ്ദേശിച്ചത്? ആണോ? അതെ. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കണം. കാരണം ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ രൂപഭാവങ്ങൾക്ക് ചേർന്ന ഒരു ഫിസിക്കുള്ള ഒരു ആർട്ടിസ്റ്റിനെ അവർ നേരത്തെ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ എഴുതി ചേർക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു പക്ഷേ ഈ പറയുന്ന ആർട്ടിസ്റ്റ് അത് സെയിം ക്യാരക്ടർ വേറെ ഏതെങ്കിലും ഒന്നിൽ അഭിനയിച്ചിരിക്കാനും സാധ്യത ഉണ്ട്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് തരുന്ന ഒരു റോള് അത് ചെയ്യാൻ നമുക്ക് പറ്റും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നറിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു പോകും. കാരണം നമ്മുടെ ഒരു പ്രൊഫഷനും കൂടിയാണിത്. ഇതൊരു നമ്മൾ ടൈപ്പാക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിർബന്ധിതരാകും അത് ചെയ്യാൻ. കാരണം ഇത് നമ്മുടെ ഒരു പ്രൊഫഷനാണ്. അങ്ങനെ അവിടെ ഒരു സാധ്യത. സിനിമയെക്കാളും കൂടുതൽ സീരിയൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട്ടിലുള്ള പ്രായമായ അമ്മമാരും ഒന്നും ചിലപ്പോൾ തിയേറ്ററിൽ പോയി ഇരിക്കില്ല. ഇവരൊക്കെ പണ്ട് മുതലേ വൈകുന്നേരം ഒരു 6:30-7 മണി മുതലേ ടിവിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവര് സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ ഒരു ഞാൻ കൂടുതലും ഞാൻ സീരിയൽ ആർട്ടിസ്റ്റുകളാണ് ഈ ആളുകൾ ഇതേപോലെ ഓടി വന്ന് ചില വില്ലൻ റോൾസ് ചെയ്യുന്നവരെ അടിക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഞാൻ AM നസീറിന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഉണ്ടായിരുന്നു. മനസ്സ് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അത് വേറെ ഞാൻ AM നസീർ സാറിന്റെ കുറച്ച് 2-3 സീരിയലൊക്കെ വർക്കുന്നുണ്ട്. അപ്പൊ ഓർമ്മയിൽ മനസ്സ് എന്നുള്ള ആ സീരിയലിലെ ക്യാരക്ടറാന്ന് തോന്നുന്നു. കുറച്ച് വില്ലത്തിയായിരുന്നു. അതിനകത്തൊരു ചെറിയ കുട്ടിയെ ഞാൻ ഉപദ്രവിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നും കാണുന്ന എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ വേലക്കാരി, ഒരു പാറു അമ്മ, ഞങ്ങൾ പാറു അമ്മ അവരുടെ പേരതാ വിളിക്കുന്നത്, പാറു അമ്മ എന്നാ. ഈ പാറു അമ്മ എപ്പോഴൊക്കെ കണ്ടാലും എന്നോട് വിശേഷങ്ങൾ പറയും. ആ സീരിയൽ കണ്ടുട്ടോ, നല്ല അഭിനയാണ് കേട്ടോ, നല്ല രസം കേട്ടോ, രമക്കുട്ടി എന്നാണ് സ്വാതന്ത്ര്യത്തിൽ വിളിക്കുക. അതൊക്കെ പറയുന്ന ഒരു ദിവസം എന്നെ കണ്ടിട്ട് ഭയങ്കര മുഖം വീർപ്പിച്ചിട്ട് കള്ളി ഇതാണല്ലേ എന്നാണ്. അപ്പൊ ഞാൻ എന്ത് പറ്റി ഈ സ്ത്രീക്കാണാവോ എന്ന് വെച്ച് ഞാനങ്ങ് അടുത്തേക്ക് ഞാനങ്ങ് അടുത്തേക്ക് ചെന്നു. ദുഷ്ട എന്തൊക്കെയാ പറയണ്ടവര്. അപ്പൊ ഞാൻ അടുത്തേക്ക് ചെന്നു. പാറുമേ, എന്താ പറ്റിയത്? അതെ, ഇന്നലെ മിണ്ടാൻ വരണ്ടാട്ടോ, ഇന്നലെ സീരിയൽ കണ്ടു. ആ കുട്ടി, ചെറിയ കുട്ടി, എത്ര നല്ല കുട്ടി, അതിനെങ്ങനെ അടിക്കാനും ഉപദ്രവിക്കാനൊക്കെ പാടുണ്ടോ? മന്ത്രവാദിയുടെ ക്യാരക്ടർ അങ്ങനെ ഇതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പിന്നെ 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 റെയിൽവേ സ്റ്റേഷൻ ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. ആ സീരിയലിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇത് തന്നെ സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. വഴക്ക് പറഞ്ഞു. ഓ, ഇങ്ങനത്തെ റോളൊക്കെ അഭിനയിക്കണോ? ഓ, വലിയ പത്രാസുകാരിയാണെന്നാണ് ഭാവം. അങ്ങനെയൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ആ ക്യാരക്ടർ വിജയിച്ചു. സ്നേഹത്തോടെ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. അതില് ഏറ്റവും ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ, സ്നേഹത്തോടെ ഇങ്ങനെ വന്നിട്ടുള്ള?
പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നല്ല 3, 4, 5, 10 സംഭവങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നെ കാണുമ്പോൾ അവര് പറയും, അയ്യോ ഇത് ഞങ്ങളുടെ വീട്ടിലൊരു ആളാണ് കേട്ടോ, എന്റെ ചെറിയമ്മ പോലെ ഇരിക്കുന്നു കേട്ടോ, അങ്ങനെ പറയും. ചിലർ എന്റെ അമ്മയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ കുറെ. പിന്നെ ചിലര് നമ്മളെ ആ ഇഷ്ടം കൊണ്ട് നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല ഇവര്, കാരണം നമ്മൾ TV-യിലൂടെ ഇവരുടെ വീട്ടിൽ നിന്ന് എത്തല്ലേ. അപ്പോൾ അവർ വിചാരിക്കണം അവരുടെ വീട്ടിലൊരാളാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കല്യാണം വന്നാലും പിറന്നാൾ വന്നാലും ഒക്കെ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മളെങ്ങാനും പറ്റാവുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ പോകും. പോകാതിരുന്ന അവർക്ക് ഭയങ്കര സങ്കടമാണ്. വന്നില്ല, എന്തുകൊണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ വന്നില്ല, അയ്യോ ഞങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണാൻ, എന്തൊരു ഇഷ്ടമാണ്, കാത്തിരുന്നു, ഒക്കെ ഭയങ്കര സങ്കടം പരിഭവമൊക്കെ പറയും. ചേച്ചിനോട് ഇത്ര നേരം സംസാരിച്ചപ്പോഴേ ഞാൻ ഉള്ളിന്ന് പറയാ, അതായത് ഈ തൃശ്ശൂർ ഭാഷ നമ്മൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഭയങ്കര നമ്മളെ കംഫോർട്ട് ആക്കുക തൃശ്ശൂർ ആ ഒരു കുഞ്ഞി ആ ഒരു സംഭവം. അതൊരു ഭയങ്കര രസമുള്ള രീതി. ആക്ച്വലി ഞാൻ തൃശ്ശൂർ ഭാഷയല്ലല്ലോ പറയണേ, വള്ളുവനാടൻ ഭാഷ. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ വളർന്നത് അവിടെയാണ്. അതെ ആ ഒരു സംഭവം, അതെ ആ ഒരു പാലം ചെറുപ്പശ്ശേരി ആ ഭാഗത്താണ് എന്റെ ഒരു വളർച്ച ഉണ്ടായത് ബാല്യകാലങ്ങളൊക്കെ. പിന്നെ കല്യാണം കഴിച്ചിട്ടാണ് തൃശ്ശൂർ വന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നത് അതെ എനിക്കൊരു മിക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അത് രണ്ടും കൂടി. ശരിയായിരിക്കും. അതെ ആ വള്ളുവനാടൻ ടച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പഴയ മൂവീസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈ വാത്സല്യം ഒക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു സംഭവം, MT സാറിന്റെ മൂവീസ് ഒക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു സാധനം ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഈ ഡാൻസിന് വരുന്ന കുട്ടികള് ഇവരൊക്കെ എങ്ങനെയാ, മൂവീസ് ഒക്കെ പഴയ മൂവീസ് ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്? കുട്ടികള് മൂവീസ് ഒക്കെ കാണുന്ന കുട്ടികൾ തന്നെയാണ്. പഴയ കാലത്തെ മൂവീസിനേക്കാളും അവര് അന്നന്ന് അപ്പോ ആ കാലത്ത് നടക്കുന്ന മൂവീസാണ്. ഇന്നത്തെ കാലത്തെ ഇപ്പൊ വരുന്ന കുട്ടികൾക്കൊന്നും പഴയ മൂവീസിനെ കുറിച്ചൊന്നും നടീനടന്മാരെ കുറിച്ചൊന്നും വല്ലാത്തൊരു ബോധമൊന്നുമില്ല. ഇപ്പൊ KP ഉമ്മർ, ബഹദൂർ ഖാൻ, ഉമർ സാറ്, ബഹദൂർ ഖാൻ, പ്രേം നസീർ സാറിനെ പിന്നെ ഇന്നും പലരെയും കുട്ടികൾക്ക് കൊട്ടാരക്കര സാർ ആരാ ചോദിച്ചാൽ അറിയണില്ല പലർക്കും. ചെറിയ ഇന്നത്തെ ഒരു 15 വയസ്സിന് താഴെയുള്ളവർക്ക്, അല്ലാത്തവർക്കല്ല കേട്ടോ, എല്ലാവർക്കും അറിയാം. പ്രഗത്ഭരായിട്ടുള്ള നടന്മാരല്ലേ, പടൂർ ബാസി സാറായാലും അവരൊക്കെ ഒരു 10th പഠിക്കുന്ന വരെയുള്ള പിള്ളേർക്ക്. അതെ. പിന്നെ പഴയ സിനിമ കാണുന്നത് കുട്ടികൾ കുറവാണല്ലോ, വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. നിങ്ങളുടെ ഒരു ഭക്ഷണ രീതി എങ്ങനെയാ വീട്ടില്? വെജിറ്റേറിയൻ ആണ്. ഓക്കെ. വെജിറ്റേറിയൻസ് ആവുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഇവന്റ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ആയിരിക്കുമല്ലോ, ചോയ്സസ് കുറവായിരിക്കുമല്ലോ. എന്താണ് ഏറ്റവും ഫേവറേറ്റ്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചോറ്, സാമ്പാർ, ഓരോഴ്ച കറി, പിന്നെ ഉപ്പേരികള്, അവിയല്, അങ്ങനെയൊക്കെ. തൈരും ഒരു ഉപ്പിലിട്ടതുണ്ടായ പിന്നെ വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നും വേണ്ട, അത് മതി, സന്തോഷം. മോൾക്കും അത് തന്നെയാണോ? പിന്നെ മോളും വെജിറ്റേറിയൻ ആണ്. അതെ. യാത്രകള് ചെയ്യാറുണ്ടോ? ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്സ് ആണോ അതോ? ഇന്റർനാഷണൽ ട്രിപ്പും ഇഷ്ടമാണ്, പോയിട്ടുണ്ട്. ധാരാളം പ്രോഗ്രാം സംബന്ധിച്ചൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിലായാലും UAE-യിലെല്ലാം മിക്ക കൺട്രീസിൽ എത്തിയിട്ടുണ്ട്. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇനി എത്ര തവണ പോയാലും മടുക്കാത്തൊരു പ്ലേസ് ഏതായിരിക്കും? എനിക്ക് അമേരിക്കയിൽ പോകാൻ തന്നെ ഇഷ്ടം ആണ്. എന്തുകൊണ്ടാ റീസൺ? അത് കാരണം ഞാൻ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് പോയത്. അവിടെ നവാദ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിയിലാണ് പോയത്. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ ഒരു 3000 കുടുംബങ്ങള് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ കൾച്ചർ. എന്നിട്ട് അവരൊക്കെ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് അവരുടെ പേരടക്കം ഹിന്ദു നെയിമൊക്കെ ആക്കി മാറ്റിയിട്ട് വെജിറ്റേറിയൻസ് ആയിട്ടൊക്കെ ജീവിക്കുന്ന, വളരെയധികം ഈ ചാൻറ്റിങ് ഒക്കെ, നമ്മുടെ മന്ത്രങ്ങളൊക്കെ ചാൻറ്റ് ചെയ്ത് യോഗയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് കലയൊക്കെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യൻ കൾച്ചർ അവർ ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായി, ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര ലവിങ് നേച്ചറായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു 43 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര നല്ലൊരു സംഭവമായി. അതിന് കാരണക്കാരി ഇത് മോളുടെ സ്കൂളിലത്തെ ഫൗണ്ടർ പ്രിൻസിപ്പൽ കൂടിയാണ്, ഡയറക്ടറാണ് അവര് നളിനി ചന്ദ്രമേനോൻ. ഷീസ് എ ജെം ഓഫ് ലേഡി ഇൻ തൃശ്ശൂർ. അപ്പൊ അവരാണ് അതിന് കാരണക്കാരിയായത്. അവരൊരു 10 കുട്ടികളെ അവരുടെ സ്കൂളിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറച്ച് ടീച്ചേഴ്സിനെ, 2-3 ടീച്ചേഴ്സിന് പാരന്റിനെ ഭാഗത്തു നിന്ന് എന്നെ സെലക്ട് ചെയ്തു. കാരണം അത് ഞാൻ ആസ് എ ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് എന്നെയും കൂടി സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ പോയത്.